ഓ, എന്തൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നല്ലേ? ഏ God created ganja and man created alcohol. അതാണ് കഞ്ചാവും ആൽക്കഹോളും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ടാക്കി, പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ ആരും കാണാനൊന്നുമില്ല, മനസ്സിലില്ലേ? മെയിൻ എനിക്ക് പിന്നെ വീഡിയോസ് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ എന്തെങ്കിലും ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുന്നേ ഉള്ളൂ, മനസ്സിലില്ലേ? അത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, മനസ്സിലില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമല്ല, ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ കഞ്ചാവെന്ന് പറഞ്ഞൊരു ആ ചെടി വന്നിട്ട് ആർക്കും ഒരു ദൂഷ്യവും ചെയ്യുന്നില്ല, മനസ്സിലില്ലേ? പിന്നെ അധികമായാൽ അമൃതവും വിഷം എന്ന് പറയില്ലേ? ഭക്ഷണവും വിഷമാണ്. നമ്മളപ്പോൾ എല്ലാം വന്നിട്ട് ആവശ്യത്തിന്, മനസ്സിലില്ലേ? അപ്പോൾ കഞ്ചാവെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സന്തോഷം ഉണ്ടാകുന്നു. അതാണ് ആ ചെടി ചെയ്യുന്നത്, വേറൊന്നുമല്ല. സമാധാനം, പിന്നെ നമ്മുടെ സ്വഭാവത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നു. അത് നമ്മൾ സ്വഭാവം ചീത്തയായി മാറല്ല, നമ്മളുടെ സ്വഭാവം നല്ലതായി മാറുക, മനസ്സിലില്ലേ? നമ്മൾ ട്രാൻസ്ഫോം ആവുകയാണ് കഞ്ചാവിൽ കൂടെ. അത് നമ്മൾ ടു ഹൂ വി ആർ എന്ന് പറയും, മനസ്സിലില്ലേ? അതാണ് കഞ്ചാവിൻ്റെ ഒരു പ്രവർത്തനം. അപ്പോൾ അത് നമ്മളെ കൂടുതൽ അലേർട്ട് ചെയ്യത്തേ ഉള്ളൂ, മനസ്സിലില്ലേ? നമ്മളിപ്പോൾ കഞ്ചാവ് അടിച്ചിട്ട് നമുക്ക് ഒരു വണ്ടി വേണമെങ്കിൽ ഓടിക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൂടുതലുണ്ടാവും, ഒന്നും കൂടെ പ്രോ ആയി മാറും, അത്രേ ഉള്ളൂ, മനസ്സിലില്ലേ? ഒന്നും കൂടെ ഒരു സ്പെഷ്യലിസ്റ്റായി മാറുന്നേ ഉള്ളൂ. കഞ്ചാവ് അടിച്ചിട്ട് നമ്മളൊക്കെ വണ്ടി ഓടിക്കാൻ എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ ഒന്നും കൂടെ അലേർട്ടായിരിക്കും. അപ്പോൾ കഞ്ചാവ് അടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരവരുടെ സ്വഭാവം കാരണം, ഇപ്പം മനസ്സിലില്ലേ? അല്ലാതെ ഈ കഞ്ചാവ് അടിക്കുന്നതാറുണ്ട്, കഞ്ചാവല്ല കാരണം, അത് അവനവൻ്റെ സ്വഭാവം കാരണം ചെയ്യുന്നതാണ്, മനസ്സിലായി? അവൻ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ മദ്യം അങ്ങനെയല്ല. മദ്യം എന്ന് പറഞ്ഞാൽ ആളെന്നെ മാറിപ്പോവും. ഒരു 6-7 പെഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ആൾ മാറി, മനസ്സിലില്ലേ? പിന്നെ നടേശന നമ്മുടെ എന്നാ പറയുക, അന്യൻ. അതാണ് മദ്യം. മദ്യം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റേപ്പ് ചെയ്യാം, കൊല്ലും, മനസ്സിലില്ലേ? അവൻ എന്താ ചെയ്യുന്നതെന്ന് അവൻ തന്നെ അറിയുന്നില്ല. അതാണ് മദ്യം. ഇപ്പം ഞാൻ ഈ അടുത്ത് ഇപ്പോൾ നമ്മുടെ ഒരു ഡോക്യുമെൻ്ററി കണ്ടിരുന്നു. മറ്റേ ഏതായിരുന്നു സ്ഥലം അത്? അപ്പോൾ ആ രാജ്യത്തെന്ന് പറഞ്ഞാൽ അവിടെ കഞ്ചാവ് അടിച്ച് വണ്ടി ഓടിക്കാം, വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കാം. പക്ഷേ ശരിക്കും വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. വെള്ളം നമ്മൾ ആവശ്യത്തിലേറെ അടിച്ചു കഴിഞ്ഞാൽ ഒരു 6 പെഗ്ഗൊക്കെ അടിച്ചിട്ട് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൺട്രോൾ കിട്ടണമെന്നില്ല, മനസ്സിലായില്ലേ? ചില നല്ല അവരുടെ ചില ആൾക്കാരുടെ ശരീരത്തിൽ അതൊന്നും വലിയ എഫക്റ്റ് ഉണ്ടാകത്തില്ല. പക്ഷേ എല്ലാവരുടെ ശരീരം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഞ്ചാവ് വന്നിട്ട് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. കഞ്ചാവ് വന്നിട്ട് ഭയങ്കര എനർജിയുള്ള ആൾക്കാർക്ക് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഞ്ചാവ് എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാം, മനസ്സിലായില്ലേ? നമ്മളായാലും യൂസ് ചെയ്യുന്നതാണ്, മനസ്സിലായില്ലേ? എന്താ വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സന്തോഷം, നമ്മൾ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഒരാളെ ദ്രോഹിക്കാൻ നിൽക്കുന്നില്ല, പിന്നെ എന്തിനാ വന്നിട്ട് ഒരാളുടെ പുറകെ നടക്കുന്നത്, മനസ്സിലായില്ലേ? ആർക്കും ആരെയും നന്നാക്കാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ ബാസിയും മറ്റേ ഷൈൻ ടോം ചാക്കയൊക്കെ പറയുന്നത് നമുക്ക് നന്നാവണം, നമുക്ക് ഈ ഡ്രഗ്സ് എങ്ങനെ, ഇതൊക്കെ വെറും ആളെ, മനസ്സിലില്ലേ? മനുഷ്യന്മാരാണ്. അപ്പം നമ്മളിപ്പം പെട്ടെന്ന് ഞാനിപ്പോൾ ഒരു സാധനം യൂസ് ചെയ്യുക, അപ്പോൾ എന്നെ പെട്ടെന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോയിന്ന് വെച്ചോ. അങ്ങനെ എന്നെ പെട്ടെന്ന് ഇപ്പം കോർട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയും, എനിക്ക് ഇതിന്ന് എങ്ങനെയെങ്കിലും മുക്തി നേടണം. അപ്പോൾ ഇതൊക്കെ ഒരു ഡ്രാമയാണ്, മനസ്സിലില്ലേ? ഇതിലൊന്നും ഒരു ഇതില്ല, മനസ്സിലില്ലേ? പിന്നെ അവരുടെ അവസ്ഥ, പിന്നെ അവർക്ക് ഇതൊക്കെ ഒരു ആണുങ്ങളുടെ സ്വഭാവമല്ല, മനസ്സിലില്ലേ? ഇപ്പോൾ ഷൈനായാലും ഇപ്പം അവൻ ഇതിലായോടെ എല്ലാവരെയും അവൻ കാണിച്ചു നടക്കുക എന്നൊക്കെയാണ് ഞാൻ കേട്ടത്, മനസ്സിലായി? മറ്റവരെയും കൂടെ അവർ യൂസ് ചെയ്യുന്നുണ്ട്, ഇവർ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഒരു ആണും അല്ല പെണ്ണും അല്ലാത്ത സ്വഭാവം, മനസ്സിലില്ലേ? അപ്പം ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ സിന്തറ്റിക് ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കാൻ ഒട്ടും ഇഷ്ടമല്ല, മനസ്സിലായി? ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എന്താ വെച്ചാൽ അത് ഭയങ്കര കേടാണ്. പിന്നെ നമ്മൾക്കൊക്കെ ആഗ്രഹം കഞ്ചാവിനോടാണ്. എന്താ വെച്ചാൽ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണത്, മനസ്സിലില്ലേ? അത് ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു സാധനം. അത് നിങ്ങൾക്ക് ശരിക്കും അറിവില്ലാഞ്ഞിട്ടാണ്. അതാണല്ലോ പല കൺട്രീസിലും അത് ലീഗലൈസ് ചെയ്തത്, മനസ്സിലില്ലേ? അതിന് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു
കുഴപ്പമുണ്ടെങ്കിൽ അത് സിവിലൈസ്ഡ് കൺട്രീസിൽ അത് ഇല്ലീഗലായി ചെയ്യത്തില്ല. അത് മനസ്സിലാക്കണം. അത് ഇന്നിപ്പോൾ കടയിൽ അവിടെ പല ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും വന്നിട്ട് ഇപ്പോൾ നമുക്ക് ചായക്കടയിൽ കിട്ടും. അങ്ങനെ ഇന്ത്യയിലും ഉണ്ട് സ്ഥലങ്ങൾ, മനസ്സിലല്ലേ? എന്നുവെച്ചാൽ അവർ അതിനെപ്പറ്റി അറിയുന്ന കാരണമാണ്. പല സ്റ്റേറ്റിലും ഇതിനെപ്പറ്റി അറിയത്തില്ല, വിവരമില്ല. അതാണ് സംഭവം, വേറെ ഒന്നുമില്ല. ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ സ്വാമിമാർക്കൊക്കെ വലിക്കാം, വേറെ ആൾക്ക് വലിച്ചു കഴിഞ്ഞാൽ കേസും കാര്യങ്ങളും. അത് എന്നാ ലോ എല്ലാവർക്കും ഒരേപോലെ എന്നല്ല പറയുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ രണ്ട് ഇതിൽ വെച്ചിരിക്കുന്നത് അല്ല. മനസ്സിലില്ലേ, നമ്മൾ കാണുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ. ഒരു വീഡിയോ ചെയ്താൽ അപ്പോൾ അത് പാവപ്പെട്ടവൻ്റെ ഡ്രഗ്സ് എന്ന് പറയാനില്ല, മനസ്സിലില്ലേ? പാവപ്പെട്ടവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ കഞ്ചാവ് എന്നൊക്കെ പറയുന്നത്. അവരുടെ പാവപ്പെട്ടവരുടെ ലഹരിയാണെന്ന് പറയില്ലേ. എന്ന് വെച്ചാൽ നമുക്ക് ഭൂമിയിൽ മറ്റേ പച്ചക്കറികളൊക്കെ വളരുന്ന പോലെ തന്നെ ഇതും വളരുന്നൊരു ചെടിയാണ്, മനസ്സിലില്ലേ? അപ്പോൾ ഇതൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത്, മനസ്സിലില്ലേ? എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യനും സന്തോഷമില്ലാതെ നമുക്ക് നമ്മുടെ ലൈഫ് ജീവിക്കാൻ പറ്റില്ല. എല്ലാ മനുഷ്യനും സന്തോഷമില്ലെങ്കിലും ചത്ത മനുഷ്യനെ പോലെയാണ്, മനസ്സിലില്ലേ? അതിനെക്കാട്ടി മരിക്കുന്നതാണ് നല്ലതെന്ന് പറയും. അപ്പോൾ എല്ലാവരും ജീവിക്കുന്നത് കുറച്ച് സന്തോഷത്തിന് വേണ്ടിയാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത്. ആ പാട് ചെറിയൊരു ലൈഫാണ്, മനസ്സിലില്ലേ? നമ്മൾ കഴിയുന്നതും മറ്റവരുടെ സന്തോഷത്തിൽ കയറി അസൂയപ്പെടരുത്, മനസ്സിലില്ലേ? അവനവൻ്റെ ലൈഫ് നോക്കുക, അവനവൻ്റെ ലൈഫ് ജീവിക്കുക. അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടാവണം. ഞാൻ കൂടുതലും ഫ്രണ്ട്സും ആൾക്കാരൊന്നും ഉണ്ടാക്കുന്നത് വെച്ചാൽ ആർക്കും സ്വഭാവമില്ല, മനസ്സിലില്ലേ? അപ്പം ഭയങ്കര ഒരു 5% ആൾക്കാർക്കേ ഉള്ളൂ സ്വഭാവം ഈ ലോകത്ത്. ഈ 95% ആൾക്കാർക്ക് സ്വഭാവമില്ല, ഗ്രേസ് ഇല്ല. അപ്പോൾ അത് നമുക്ക് ആരെയും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ ആൾക്കാരെ അവോയ്ഡ് ചെയ്യാന്ന് പറയില്ല, അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കൂടുതലും മനുഷ്യന്മാരായിട്ട് ഒരു ടച്ചും വയ്ക്കാറില്ല. പക്ഷെ എനിക്ക് താല്പര്യമില്ല. പക്ഷേ എൻ്റെ സ്വഭാവം അങ്ങനെയില്ല. അതാണ് തന്നെ. നമ്മൾ ആരെപ്പറ്റി കുശുമ്പും പറയാറില്ല, അസൂയും പറയാറില്ല, ആരുടെ കാര്യം നോക്കാറില്ല. നമ്മളായി നമ്മുടെ കാര്യമായി. പക്ഷെ എല്ലാവർക്കും നമ്മുടെ കാര്യം നോക്കണം, നമ്മുടെ സന്തോഷത്തിൽ കൈയിടണം. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരുന്നു. അവർക്ക് അവരുടെ ആത്മാവിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഞാൻ മനുഷ്യന്മാരെ അടുപ്പിക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ കുറേ ആൾക്കാരെ വെറുതെ കൊണ്ടുപോയി ജയിലിലിടുക, കേസ് എടുക്കുക, മനസ്സിലായില്ല? ഇപ്പോൾ വേടൻ എന്ന റാപ്പറെ കൊണ്ടുപോയി. അപ്പോൾ ഒരു 6 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ബീഡിക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല. 6 ഗ്രാം കഞ്ചാവ് എന്ന് പറയുമ്പോൾ, മനസ്സിലായില്ലേ? അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സന്തോഷം തരുന്ന ഒരു ചെടി, അത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പം പേരിലാണ് ആൾക്കാർക്ക് അതിൻ്റെ കഞ്ചാവ് എന്ന് പറയുമ്പോൾ ആ പേരിലാണ് ഒരു ഇതുള്ളൂ, അല്ലാതെ അത് വേറെ ഒന്നുമില്ല. അപ്പം ഇംഗ്ലീഷിൽ ഇപ്പോൾ കഞ്ചാവ് എന്ന് പറയേണ്ട, അപ്പോൾ വീട് എന്ന് പറഞ്ഞാൽ അല്ല മാരിജുവാന എന്ന് പറഞ്ഞാൽ മതി, മനസ്സിലില്ലേ? അല്ലെങ്കിൽ ഖായ എന്ന് പറഞ്ഞാൽ മതി, മനസ്സിലല്ലേ? ഇന്നിപ്പോൾ ചുമ്മാ ഓരോരോ ആൾക്കാരുടെ വീട്ടിൽ പോയി ചെക്ക് ചെയ്യുക, മനസ്സിലല്ലേ? ഇതിനൊക്കെ ആരെ നിങ്ങൾക്ക് അധികാരം തന്നെ? പോലീസിന് ശരിക്കും പറഞ്ഞാൽ പോലീസിൻ്റെ ജോലി എന്താണെന്ന് അറിയത്തില്ല. അതാണ് ഈ ഗുണ്ടായിസം കാണിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില ഇപ്പം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നത്, ഞാൻ പിന്നെ അത് ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ആരും കാണാനൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്, മനസ്സിലില്ലേ? ഒരു 5-6 പേര് കേൾക്കുന്നു. പക്ഷെ അത്ര മതി എന്ന് പറഞ്ഞാൽ, പക്ഷേ ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് എന്തിനാ വെറുതെ വീഡിയോസ്, മനസ്സിലായി? എനിക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല യൂട്യൂബിൽ. പക്ഷേ പിന്നീടും ഞാൻ എന്തോ ഒരു വീഡിയോസ് ഉണ്ടാക്കി പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നതാണ്, മനസ്സിലില്ലേ? നമ്മുടെ മനസ്സിൽ അത് ശരിയെന്ന് തോന്നില്ല, അതാണ് നമ്മൾ റിയാക്ട് ചെയ്താണ് ഞാൻ എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മളായാലും വയസ്സായി കഴിയുമ്പോൾ ഒന്ന് കാണാൻ ഉള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നത്, അല്ല വേറെ ഒന്നുമില്ല, മനസ്സിലില്ലേ? നമ്മളിപ്പം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ രൂപവും കോലമൊക്കെ മാറും. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മറ്റവരുടെ സന്തോഷത്തിൽ കയറി ഇടപെടാതിരിക്കുക, മനസ്സിലായില്ലേ? ഇന്നിപ്പം മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവന്മാരൊക്കെ കൂടി കഞ്ചാവ് വലിക്കുന്നവന്മാരെ പുറകെ ഓടി അമ്മമാരെ അടിക്കുക, ഇതൊക്കെ എന്നാ മോശമുള്ള കാര്യമാണ്. ശരിക്കും മദ്യം അടിക്കുന്നവരെയാണ് ശരിക്കും പിടിച്ച് അടിക്കേണ്ടത്, മനസ്സിലില്ലേ? മദ്യപിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ ചേർന്ന് അടിക്കണം. മദ്യമാണ് വിലക്കേണ്ടത്, അതാണ് നിർത്തേണ്ടത്, മനസ്സിലില്ലേ? മദ്യം അടിച്ചിരിക്കുന്ന ഒരാളിൽ നമ്മൾ കയ്യിൽ നിന്നും പെണ്ണുങ്ങളൊന്നും നടന്ന് പോകാതെ പോലെ ഇരിക്കുക,
മനസ്സിലില്ലേ? അത് ചില മദ്യം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു മനുഷ്യനാക്കുന്ന ഒരു സംഭവമാണ് മദ്യം. അതാണ് ശരിക്കും നിർത്തലാക്കേണ്ടത്. ഇന്ത്യയിൽ ബാൻ ചെയ്യേണ്ട ഒരു സംഭവം, ഇന്ത്യയിലല്ല ലോകത്ത് ബാൻ ചെയ്യേണ്ട സംഭവം മദ്യമാണ്. പിന്നെ നമ്മളൊക്കെ ആവശ്യത്തിനേ അടിക്കുന്നുള്ളൂ, മനസ്സിലില്ലേ? ആവശ്യത്തിന് അടിക്കുന്ന കാരണം കുഴപ്പമില്ല. നമ്മളായാലും ഇപ്പം ഞാനായാലും മദ്യം വല്ലപ്പോഴേ അടിക്കത്തുള്ളൂ, കഞ്ചാവായാലും വല്ലപ്പോഴേ അടിക്കത്തുള്ളൂ, മനസ്സിലായി? കിട്ടുമ്പോൾ അടിക്കും, കിട്ടിയില്ലെങ്കിൽ അടിക്കത്തില്ല, മനസ്സിലില്ലേ? അങ്ങനെയൊക്കെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നാൽ കൊള്ളാം. അല്ല ഇതിനു വേണ്ടി നടക്കാനും പിടിക്കാനൊന്നും പോകാതിരുന്നാൽ മതി, മനസ്സിലില്ലേ? അപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞാൽ നമുക്ക് റിലാക്സും സന്തോഷവും എല്ലാം അതൊക്കെയാണല്ലോ ഇപ്പം മദ്യമൊക്കെ മറ്റേ നമുക്ക് ലഭ്യത ഉള്ളത്, മനസ്സിലില്ലേ? ഒരു മനുഷ്യന് കുറച്ച് റിലാക്സേഷനും എല്ലാം ആവശ്യമുണ്ടെന്നുള്ള കാരണം. പിന്നെ ഇത് ഗവൺമെൻറ്റിലുള്ള ആൾക്കാരെ യൂസ് ചെയ്യുന്ന പറഞ്ഞാണ് ഇത് നിർത്തലാക്കാത്തത്. മെയിൻ അതാണ് സംഭവം, മനസ്സിലില്ലേ? വേറെ ഒന്നുമല്ല, മനസ്സിലില്ലേ? അതൊക്കെ പെണ്ണുങ്ങൾ സിഗരറ്റ് വലിക്കുന്ന വലിയ സംഭവമായിരുന്നു, മനസ്സിലായി? ഇന്നിപ്പം അത് അടിച്ചടിച്ച് അവസാനം ഇപ്പോൾ അതൊന്നും വലിയൊരു പ്രോബ്ലം അല്ല. ഇപ്പം നാട്ടിലായാലും പെണ്ണുങ്ങൾ സിഗരറ്റ് വലിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? പണ്ടൊക്കെ കേരളത്തിൽ പെണ്ണുങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരൊക്കെ കണ്ണ് തുറച്ച് നോക്കും. ഇന്നിപ്പോൾ ആ ഒരു ഇതൊക്കെ മാറി വരുന്നു. അപ്പോൾ ഇതേപോലെ ഇതും മാറണം, മനസ്സിലായില്ലേ? എന്താ വെച്ചാൽ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഒരു ദൂഷ്യമായൊരു സംഭവമല്ല മദ്യത്തിനെ പോലെ. എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളിലും ലീഗലാണ്, കുറേ രാജ്യങ്ങളിലും. എന്നുവെച്ചാൽ അതൊക്കെ സിവിലൈസ്ഡ് കൺട്രിയാണ്, വിവരമുള്ള ആൾക്കാരാണ്, മനസ്സിലായില്ലേ? പക്ഷെ നമ്മുടെ നാട്ടിലത് ലീഗലൈസ് ചെയ്ത കുറേ ഞാൻ പറഞ്ഞ പോലെ ഈ കഞ്ചാവ് ആയാലും എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളൊരു സാധനമല്ല, മനസ്സിലായില്ലേ? ഇപ്പം ചിലവർ പറയുന്നേക്കാം പബ്ജി കളിച്ച് കൊല ചെയ്ത പയ്യന്മാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മാനസിക നിലയാണ്. അല്ല ഇപ്പം എത്രയോ പേര് പബ്ജി കളിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പം കളിക്കുന്ന എല്ലാവരും കൊന്നുകൊണ്ടായിരിക്കുന്നത്. അല്ല വെള്ളം അടിക്കുന്ന എല്ലാവരും പോയി റേപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ. പക്ഷേ വെള്ളം എന്ന് പറഞ്ഞാൽ മദ്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അതിന് മേളിൽ ആരടിച്ചാലും കയ്യിൽ നിന്ന് വിട്ടുപോകും. എന്നുവെച്ചാൽ മദ്യം എന്ന് പറഞ്ഞാൽ വിഷ. അത് തന്നെയാണ് സംഭവം. ഇത്ര കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ ഫാമിലിയിലും ആരെങ്കിലും ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ അയാൾ ഓവറായിട്ട് അടിക്കുന്ന ആളാണെങ്കിൽ എന്തായാലും പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ആവശ്യത്തിന് അടിക്കുക, മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് മദ്യം, വേറെ ഒന്നുമില്ല. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ നമ്മൾ ഇന്ത്യ വിട്ട് പോകുന്നതാണ് നല്ലത്. ഞാനായാലും ആംസ്റ്റർഡാമിൽ എന്തെങ്കിലും പോകുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലായി? അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ ചെറുതിൽ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചു, അതേപോലെ ഇന്ന സ്ഥലത്ത് വന്നു, മനസ്സിലായി? അതേപോലെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആംസ്റ്റർഡാമിൽ പോകണമെന്ന്. അപ്പോൾ കുറച്ച് കോടികൾ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ കോടികൾ വന്നുകൊണ്ട് ഞാൻ പറക്കും ആംസ്റ്റർഡാമിലേക്ക്. പിന്നെ കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ലേ? ഇവിടെ എന്തോ അപ്പോൾ മനസ്സിലായില്ലേ? ഇത് എല്ലാം ഇവിടെ ബീഫ് കഴിക്കാൻ പാടില്ല, വസ്ത്രം ഇടാൻ പറ്റില്ല, മനസ്സിലായില്ലേ? മതം പ്രോബ്ലം, എല്ലാത്തിലും ഹേറ്റ്രഡാണ്. എല്ലാത്തിലും മറ്റവരുടെ സന്തോഷം ആർക്കും മറ്റവർ സന്തോഷിക്കുന്നത് കാണാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അതാണ് ഇന്ത്യ. അപ്പം ഇന്ത്യ വിട്ടു പോവുകയാണെങ്കിൽ ഉള്ളൂ ലൈഫ്. ഇന്ത്യയിൽ ആരും ജീവിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇന്ത്യ ഫുള്ള് പൊട്ടന്മാരെ കൊണ്ട് നടന്നൊരു സ്ഥലമാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് പിന്നെ നിങ്ങളെ പോലെ രാജ്യസ്നേഹമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാനൊരു മനുഷ്യനാണ്, മനസ്സിലല്ലേ? ദർ ഇസ് നോ ഇൻജെക്റ്റഡ് ലവ് എന്ന് പറയും, മനസ്സിലല്ലേ? ഇതൊക്കെ ഇൻജെക്റ്റഡ് ലവാണ്. നമ്മളൊക്കെ ജനിച്ച് നമ്മുടെ മനസ്സിലുള്ള സ്നേഹം മനുഷ്യനോടും ജീവജാലങ്ങളോടും പ്രകൃതിയോടും ഇതൊക്കെ ഉള്ളൂ. ഈ സ്നേഹമുള്ളൂ നമ്മുടെ മനസ്സിൽ. ബാക്കിയൊക്കെ ഒരു ഡ്രാമയാണ്, മനസ്സിലല്ലേ? ആ ഡ്രാമയ്ക്കൊന്നും നമ്മൾ ഇല്ല, മനസ്സിലല്ലേ? നമുക്ക് മേളിലും വലിയ ആളില്ല, നമുക്ക് താഴെയും വലിയ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ. നമ്മൾക്ക് ഭയങ്കര ഷോർട്ട് ലൈഫാണ്. അപ്പോൾ ഈ ലൈഫ് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക, ആരുടെ കാര്യത്തിൽ ഇടപെടുക, അങ്ങനെയൊക്കെ വേണം ജീവിക്കാൻ, മനസ്സിലായില്ലേ? അപ്പോൾ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ദൂഷ്യമായൊരു സംഭവമല്ല. അതെല്ലാവരും ഞാൻ പറയുന്നത് എഗ്രി ചെയ്യണമെന്നില്ല, മനസ്സിലായില്ലേ? ഞാൻ പിന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള സാധനമല്ല. ഇത് വളരെ ചുരുക്കം അങ്ങനത്തെ ഓരോ പേഴ്സണാലിറ്റീസിന് പറഞ്ഞിട്ടുള്ള കാര്യം അല്ല. എല്ലാവരും കഞ്ചാവ് അടിക്കണം പറയുന്നില്ല, എല്ലാവരും കയറിയിരിക്കാൻ പറയുന്നില്ല, മനസ്സിലല്ലേ? എല്ലാവർക്കും വന്നിട്ട് സന്തോഷിക്കാൻ ഇത് വേണമെന്നില്ല, മനസ്സിലില്ലേ? പക്ഷേ ചിലവർക്ക് വന്നിട്ട് എന്താ ഓവർ എക്സൈറ്റ്മെൻറ്റ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു യന്ത്രം പോലെയാണല്ലോ, മനസ്സിലില്ലേ? അപ്പോൾ അതിനുള്ള ഓരോ ഫ്യൂവൽ പോലെയാണ്, മനസ്സിലായി? ഒരു തകരാറുണ്ടെങ്കിൽ ആ തകരാറിനുള്ള ഒരു ഫ്യൂവൽ,
ഇപ്പം കഞ്ചാവ് മരുന്നും കൂടെയാണ്, മനസ്സിലില്ലേ? മദ്യം എന്ന് പറഞ്ഞാൽ അത് മരുന്നാണെന്ന് ചോദിച്ചാൽ അതിൽ ചില ആൽക്കഹോൾ കണ്ടൻറ്റ് ഒരു 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 പരിധി വരെ നമുക്ക് ചിലപ്പോൾ ഒരു മരുന്നായിരിക്കാം. പക്ഷേ എന്ന് പറഞ്ഞാൽ അത് മേളിൽ പോയി കഴിഞ്ഞാൽ ആൾ മാറും. പക്ഷേ മദ്യമാണ് ഏറ്റവും ഭയങ്കര അപകടകരമായ ഒരു സംഭവം, കഞ്ചാവല്ല. അപ്പോൾ ഇത് ലീഗലാവേണ്ട സമയമായിപ്പോയി. 2025 ഇനി ഏത് കാലത്താണ് ലീഗലാവുന്നത് അറിയത്തില്ല. അത് കാരണം നിങ്ങളെല്ലാവരും ഇന്ത്യ വിടുന്നതാണ് നല്ലത്, മനസ്സിലായില്ലേ? ഇന്ത്യയിൽ നാറികള സത്യം പറഞ്ഞാൽ, ഒരു വിവരമില്ലാത്തവന്മാർ, മനസ്സിലില്ലേ? എല്ലാത്തിനും പുറകെ മറ്റവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇങ്ങനെ നടക്കുക. അവനവൻ്റെ സ്വഭാവത്തിൽ ഒരു നന്മ ഉണ്ടാകത്തില്ല, എന്നാലും മറ്റവരുടെ കാര്യങ്ങൾ നോക്കാനായിരിക്കും നോക്കുന്നത്, മനസ്സിലായില്ലേ? ഒരുത്തൻ്റെ ജീവിതം നശിപ്പിക്കാൻ, സന്തോഷമില്ലാണ്ടാക്കാനും എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. പക്ഷെ ഒരുത്തൻ്റെ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല. ഇതൊക്കെ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസാണ്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, മനസ്സിലില്ലേ? പൈസ ഇറക്കിയിട്ടായാലും ഒരാളുടെ സന്തോഷം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്, വേദനിപ്പിക്കാനൊക്കെ. അപ്പം നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ നോക്കുക, മനസ്സിലില്ലേ? ആരുടെ കാര്യങ്ങൾ ഇടപെടാതിരിക്കുക, അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക. എന്തെങ്കിലും നമ്മളെ കൊണ്ട് നല്ല ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ചെയ്യുക, അല്ല ആർക്കും വിഷമിപ്പിക്കുന്ന പോലെ ഒന്നും ചെയ്യാതിരിക്കുക. എന്നുവെച്ചാൽ അവരവർക്ക് അറിയത്തുള്ളൂ, അവരവർ അനുഭവിക്കുന്ന ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ. ചിലരൊന്നും തുറന്ന് പറയത്തു പോകില്ല, മനസ്സിലില്ലേ? അങ്ങനെയും പല ജന്മങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു, എനിക്ക് പറയേണ്ടതൊക്കെ. ശരിയെന്നാൽ യൂട്യൂബിൽ നിന്നൊക്കെ കുറച്ച് വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആരെയും കാണണ്ട നമ്മളെ വീഡിയോ. എല്ലാം ഭയങ്കര തലയെടുത്താണ്, മനസ്സിലില്ലോ? ഒന്നുമില്ലാത്ത വീഡിയോസ് ചെയ്ത് ആൾക്കാർ ചെയ്യുന്നു, മനസ്സിലില്ലേ? അമ്മാനൊക്കെ എന്നാ വ്യൂസ് അറിയാം, മനസ്സിലില്ലേ? ഞാൻ വലിയ ക്യാമറ എന്നല്ല പറയുന്നത്, മനസ്സിലില്ലേ? നമുക്കൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയത്തില്ല, മനസ്സിലില്ലേ? എന്നാലും ഞാൻ പറയുക, എനിക്ക് വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ സംസാരിക്കാൻ അധികം പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. ഞാൻ അല്ലെങ്കിൽ നേരിൽ കണ്ടാൽ നല്ലോണം സംസാരിക്കും, പക്ഷേ അത് വീഡിയോസിലുണ്ടാകുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്നറിയില്ല. അപ്പോൾ അതൊക്കെ പോട്ടെ. എന്നാലും ശരി, എന്നാൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് ടൈം. God bless. Love you guys.